ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും; അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. കർത്താവായ യേശുക്രിസ്തു പറയുന്നു, മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. വാതിലുകളിൽ മുട്ടുന്നത് ഒരു അവസരം തേടുന്നതിനെ പ്രതിനിധീകരിക്കുന്നു. മനുഷ്യൻ അത്തരമൊരു അവസരത്തിനായി തിരയുന്നു. അതിലൂടെ ഒരാൾക്ക് അതിൽ നിന്ന് പരമാവധി പ്രയോജനം ലഭിക്കുന്നു. മനുഷ്യന് ഏറ്റവും വലിയ നഷ്ടം പാപം മൂലമാണ് സംഭവിച്ചത്. പാപത്തിനുള്ള ശിക്ഷ ദൈവം നിശ്ചയിച്ച നരകമാണ്. സർവ്വമാനവരാശിയെയും പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ നമുക്ക് പകരമായി മരിച്ചു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. എന്നാൽ മനുഷ്യന് ലഭിച്ച ഏറ്റവും വലിയ ലാഭം അവൻ്റെ പാപങ്ങൾ ദൈവം ക്ഷമിച്ച് നൽകി എന്നുള്ളതാണ്. പാപമോചനം പ്രാപിച്ച ശേഷം മനുഷ്യൻ ദൈവസന്നിധിയിൽ പ്രവേശിക്കുന്നു. ഇന്ന് 2 തരത്തിലുള്ള വാതിലുകളുണ്ട്. വിശ്വാസത്തിൻ്റെ വാതിൽ, മറ്റൊന്ന് അവിശ്വാസത്തിൻ്റെ വാതിൽ. നിങ്ങൾ ഏത് വാതിൽ മുട്ടുവാനാണ് ആഗ്രഹിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾ വിശ്വാസത്തിൻ്റെ വാതിലിൽ മുട്ടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തതിനാൽ ഇന്ന് അവിശ്വാസത്തിൻ്റെ വാതിലിൽ മുട്ടുകയും നരകത്തിൽ നിങ്ങളുടെ സ്ഥാനം ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഏത് വാതിലാണ് നിങ്ങൾ മുട്ടുവാൻ ആഗ്രഹിക്കുന്നത്? മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.